Let's expose some darkest things mentioned in Epstein files. ആർക്കെങ്കിലും ഒരു ചെറിയ സംശയമുണ്ട് ഇതിലൊക്കെ ഇപ്പം എന്താ ഉള്ളത് എന്നൊരു തോന്നലുണ്ടെങ്കിൽ ഈ വീഡിയോ ഇസ് ഫോർ യു. പിന്നെ ഐ എം ഗിവിങ് എ വാർണിംഗ്, ദിസ് വീഡിയോസ് വിൽ ബി സോ ഡാർക്ക്, സോ ഇത് താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. ജനുവരി 30 വന്ന ഫയൽസിൽ 20,000 വീഡിയോസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ കുറേ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഇപ്പോൾ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, എപ്സ്റ്റീൻ ഒരു കിച്ചൻ്റെ മേലെ ഒരു ചെറിയ കുട്ടിയായിട്ട് ഇങ്ങനെ ഓടി അയാൾ ചേസ് ചെയ്യുന്ന പോലത്തെ ഒരു വീഡിയോ. രണ്ടാമത് എന്തോ ഒരു റിച്വലോ എന്തോ പോലെ ചെറിയൊരു പെൺകുട്ടിനെ ഒരു സെയിലർ യൂണിഫോം ഇട്ടിട്ട് അവിടെ ഇങ്ങനെ ഒരു വാതിലിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരുത്തുന്നതും ആ വാതിലിൻ്റെ ഉള്ളിലേക്ക് വരുന്ന പോലത്തെ ഒരു വീഡിയോ. മൂന്നാമത്തത് എന്താണെന്നറിയില്ല, ഇറ്റ്സ് സോ ഡിസ്റ്റർബിങ്, ഐ ക്യാൻ ഈവൻ എക്സ്പ്ലെയിൻ വാട്ട് ഐ എം സീയിങ് ഹിയർ. ഇതൊരു ഓൺഗോയിങ് സംഭവമാണ്, അറിയാലോ. അപ്പോൾ ഈ പുതിയ വീഡിയോസും ഡീറ്റെയിൽസൊക്കെ വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഇത്രയും വീഡിയോസാണ് വന്നിരിക്കും. ഇതിനെക്കുറിച്ച് നമുക്ക് മെസ്സേജുകൾക്കും ഇമെയിലുകളുടെ കാര്യത്തിലേക്ക് കടക്കാം. അതിലാണ് ഇവരുടെ ഈ ചൈൽഡ് സെക്സ് ട്രാഫിക്കിങ്ങിൻ്റെ ഫുൾ സംഭവം ഉള്ളത്. 2013 എപ്സ്റ്റീന് ഒരാൾ മെസ്സേജ് അയക്കുകയാണ്, ന്യൂ ബ്രസീലിയൻ ജസ്റ്റ് അറൈവ്ഡ്, സെക്സി ആൻഡ് ക്യൂട്ട്, 9 years old എന്ന്. ഇതാരാ അയച്ചത് എന്ന് ബ്ലാക്കിൽ റിഡാക്ട് ചെയ്തിട്ടുണ്ട്, ആ പേര് മറച്ചിട്ടുണ്ട്. ഇതെന്തിനാ ചെയ്യണമെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അതിൽ കുറേ ഫോട്ടോ അറ്റാച്ച്മെൻറ്റ്സ് ഉണ്ട്, അത് നമുക്ക് ആക്സസിബിൾ അല്ല. 2014 അടുത്ത മെയിൽ വരുന്നത്, താങ്ക് യു ഫോർ എ ഫൺ നൈറ്റ്, യുവർ ലിറ്റിലസ്റ്റ് ഗേൾ വാസ് എ ലിറ്റിൽ നോട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് വരുന്നു. ഐഫോൺ എന്നാണ് അയച്ചിരിക്കുന്നത്. അടുത്തൊരു ഇമെയിലിൽ പറയുന്നു, എപ്സ്റ്റീൻ പറയുന്നു, ഓൺ മൈ ഐലൻഡ് ഇൻ കരീബിയൻ വിത്ത് ആൻ അക്വേറിയം ഫുൾ ഓഫ് ഗേൾസ് എന്ന് പറയുന്നു. അതിന് ആ ആൾ റിപ്ലൈ ചെയ്യുന്നു, സൗദിയിലെ രാജാവിൻ്റെ കയ്യിൽ വൈറ്റ് ഷാർക്കിൻ്റെ അക്വേറിയം ഉണ്ട് അയാളുടെ പാലസിൽ നിന്ന് കേട്ടിട്ടുണ്ട്, ബട്ട് ഐ ടോട്ടലി പ്രിഫർ യുവേഴ്സ്, ഷുവർ ഐ വുഡ് എൻജോയ് ദ വ്യൂ എന്ന് റിപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതേ ഇമെയിൽ കോൺവെർസേഷനിൽ അവർ വീണ്ടും പറയുന്നു, ആസ് ടു ആർ റഷ്യൻ, ഐ ഗസ് സം മൈറ്റ് റെഫർ ടു മൈ ആസ് വൈറ്റ് ഷാർക്ക് എന്ന് കോഡ് നെയിമിൽ ഇവർ വിളിക്കുക, കാരണം അവർ റഷ്യൻസ് ആയതുകൊണ്ടെന്ന്. ഇതിൽ ഏറ്റവും ഡാർക്കായിട്ടുള്ളത് എപ്സ്റ്റീൻ പറയുന്ന കാര്യമാണ്, സം ആർ ലൈക്ക് ഷ്രിമ്പ്, യു ത്രോ അവേ ദ ഹെഡ് ആൻഡ് കീപ് ദ ബോഡി എന്ന് പറയുന്നുണ്ട്. ഈ ചെമ്മീനെ പോലെയാണ്, തല കളഞ്ഞിട്ട് ബോഡി മാത്രം വെക്കണം. അത് എന്തിനെക്കുറിച്ച് അക്വേറിയത്തിൽ ഫുൾ ഓഫ് ഗേൾസിൻ്റെ കാര്യമാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്തൊരു ടോർച്ചർ വീഡിയോൻ്റെ കാര്യമാണ്. എപ്സ്റ്റീൻ വേറൊരാൾക്ക് അയക്കുന്ന മെയിലാണ്, വേർ ആർ യു ഓക്കെ, ഐ ലവ് ദ ടോർച്ചർ വീഡിയോ എന്ന് എപ്സ്റ്റീൻ പറയുന്നു. ഐ ആം ഇൻ ചൈന, ഐ വിൽ ബി ഇൻ USA സെക്കൻഡ് വീക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ ഈ ഒരു ടൈം ലൈനൊക്കെ വെച്ചിട്ട് ഇത് നെതന്യാഹു ആയിരിക്കും, കാരണം ആ പേര് റിഡാക്ട് ചെയ്തിട്ടുണ്ട്, കറുപ്പ് മഷിയിൽ മായ്ച്ചിട്ടുണ്ട്, അതറിയില്ല ആരാണെന്ന്. എപ്സ്റ്റീന് തന്നെ ടോർച്ചർ വീഡിയോ അയച്ചു കൊടുക്കുന്ന ഒരാൾ, ഹൂ ഈസ് ദാറ്റ്? നോ വൺ നോസ്. പിന്നെ ഇവരിങ്ങനെ കുറേ കോഡിൽ സംസാരിക്കുന്നുണ്ട്. ജെഫ്രി എപ്സ്റ്റീൻ വാണ്ട്സ് ടു ടേക്ക് എ മഫിൻ ഓൺ ഇറ്റ്സ് പ്ലെയിൻ എന്ന് പറയുന്നുണ്ട്. ഐ ആം ഗെറ്റിംഗ് മോർ ഐസ്ക്രീംസ്, ഐ വിൽ ബി സെൻഡിങ് ഫ്രഷ് മഫിൻസ് ഡൗൺ വിത്ത്, ആ പേര് പറയുന്നു. യു കറൻ്റ്ലി ഹാവ് 2 steaks ലെഫ്റ്റ് ഓൺ ഐലൻഡ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റേക്ക്, ഐസ്ക്രീം, മഫിൻ, ഇതൊക്കെ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ചുമ്മാ നിങ്ങൾ വെറുതെ ഗൂഗിളോ ChatGPT എന്തെങ്കിലും ചോദിച്ചാൽ മതി. ഇതൊക്കെ ഈ ഫേമസ് ആയിട്ടുള്ള ഈ പെഡോഫൈൽസിൻ്റെ ഇടയിലുള്ള കോഡ് നെയിംസ് ആണ്. ഐസ്ക്രീം റെഫർ ടു യങ് ബോയ്സ്, ഫ്രഷ് മഫിൻസ് റെഫേഴ്സ് ടു യങ് ഗേൾസ്, സ്റ്റീക്ക് റെഫേഴ്സ് ടു മെയിൽ ചിൽഡ്രൻ. ഓക്കെ, ഇനി അടുത്തത് ഹോളിവുഡിലെ പബ്ലിസിസ്റ്റ് ആയിട്ടുള്ള പെഗി സീഗൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയുമായിട്ടുള്ള ഒരു കോൺവെർസേഷനാണ്. അതായത് ആഫ്രിക്കയിൽ നിന്നുള്ള ഒരു കോൺവെർസേഷനാണ്. കെനിയിലാണ് ഈ പെഗി സീഗൽ. അപ്പോൾ ക്യാൻ ബ്രിങ് എ ലിറ്റിൽ ബോയ് ബാക്ക് ഫോർ യു ഓർ 2 ബോയ്സ് ഓർ ഗേൾസ് എന്ന് ചോദിക്കുന്നുണ്ട്. കൊണ്ടുവരണോ, കുട്ടികളെ ആരെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരണോ എന്ന് വരെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഏറ്റവും ഡാർക്ക്. സോറോ എന്ന് പറഞ്ഞിട്ട് റാഞ്ച് ഉണ്ട്, ഒരു ഫാം പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ അതിൽ വർക്ക് ചെയ്ത ഫോർമർ എംപ്ലോയർ ആയിട്ടുള്ള ഒരാൾ, അയാൾ കൊടുത്ത ഒരു മൊഴിയാണ്. ഈ എപ്സ്റ്റീനും ജെഫ്രിയും മാഡം ജി എന്ന് പറയുന്നത് ജിസ്ലൈൻ മാക്സ്വെലിനെയാണ് പറയുന്നത്. ഇവർ രണ്ടുപേരും കൂടെ ഒരു 2 foreign ഗേൾസിനെ കൊന്നിട്ട് കുഴിച്ചിട്ടു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഡ്യൂ ടു സ്ട്രാങ്കുലേഷൻ ഡ്യൂറിങ് റഫ് ഫെറ്റിഷ് സെക്സ് എന്ന് പറയുന്നുണ്ട്. പിന്നെ വീഡിയോ ഫൂട്ടേജിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതിലും ഞാൻ അവിടെ കൊടുക്കുക, അത് ഞാൻ വായിക്കുന്നില്ല, ഇത് നിങ്ങൾ ജസ്റ്റ് നോക്കുക, പോസ്റ്റ് ചെയ്ത് നോക്കുക. ഞാൻ അടുത്തൊരു ട്രംപിൻ്റെ ഒരു കാര്യമാണ്. ഇത് ഈ FBIക്ക് ആൾക്കാർ, ഇൻഫോർമൻ്റ് ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞു കൊടുത്ത മൊഴികളാണ്. കലണ്ടർ ഗേൾസ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി മാർലാഗോ എന്ന് പറഞ്ഞിട്ടുള്ള ട്രംപിൻ്റെ ആ ഒരു സ്ഥലത്ത് നടത്തുമെന്നും, ജെഫ്രി എപ്സ്റ്റീൻ വുഡ് ബ്രിങ് ചിൽഡ്രൻ ഇൻ ആൻഡ് ട്രംപ് വുഡ് ഓപ്ഷൻ ദം ഓഫ്, അതായത് ഇവരുടെ ഒരു പരിപാടി പോലെ, ഈ ലേലം വിളിക്കുന്ന പോലെ കുട്ടികളെ ഈ ലേലത്തിന് വെക്കും എന്നാണ് പറയുന്നത്. കലണ്ടർ ഗേൾസ് പരിപാടി നടക്കുമ്പോൾ ആ സ്ഥലത്ത് ഇലോൺ മസ്ക്, ഡോൺ ജൂനിയർ ട്രംപ്, ഇവാങ്ക ട്രംപ്, എറിക് ട്രംപ്, ബോബ് ഷപ്പീറോ, അറ്റേർണി അലൻ ഡെർഷോവിറ്റ്സ്,
ജിസ്ലൈൻ മാക്സ്വെൽ ഇവരൊക്കെ അവിടെ പ്രസൻ്റ് ആയിരുന്നു എന്നും പറയുന്നുണ്ട്. 13 വയസ്സുള്ളപ്പോഴാണ് എന്നെ അബ്യൂസ് ചെയ്തത് എന്നും ഈ ഒരു സാക്ഷി വിറ്റ്നസ് പറയുന്നുണ്ട്. പിന്നെ വേറൊരാളൊരു മെയിൽ അയച്ചതിൽ പറയുന്നു, ദ കീ ആർ 14 to 15 years old. I am sexual pervert because I say they are now of റീപ്രൊഡക്റ്റീവ് ഏജ്. 14-15 വയസ്സുള്ള കുട്ടികളൊക്കെ റീപ്രൊഡക്റ്റീവ് ഏജിലാണ് എന്നാണ് ഇയാൾ പറയുന്നത്. സോ ഇതൊക്കെ ടിപ്പ് ഓഫ് ദ ഐസ്ബർഗാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം. ഇനി ഒരു ലോഡ് കാര്യമുണ്ട്. എല്ലാം നമുക്ക് വരുന്ന പോലെ നമുക്ക് നോക്കാം.